അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്നത് അരച്ച് തിളപ്പിച്ച കറി, അതായത് കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത അരച്ച് തിളപ്പിച്ച കറി, പിന്നെ ചെറുപയർ തേങ്ങയൊക്കെ ചതച്ചിട്ടുള്ള തോരൻ, കോഴിമുട്ട പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയാണ്. നല്ല രസമുള്ളൊരു കറിയാണ്. അതുപോലെ ഈ ഒരു തോരൻ എല്ലാം കൂടി ചേർന്ന് നല്ല രസമാണത്, ഒരു നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇന്ന് അരച്ച് തിളപ്പിച്ച കറി, പിന്നെ ഇപ്പോൾ ചെറുപയർ തോരനാണ്. നമ്മൾ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതുണ്ടാക്കാം, അരച്ച് തിളപ്പിച്ച കറി. അതാണ്, പിന്നെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണ്. നമുക്ക് തേങ്ങ ചെറിയ അരക്കണ പണിയുള്ളൂ. അപ്പോൾ അത് ഏതായാലും അത് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ചെറിയത് ഉണ്ട്, അത് അരച്ചെടുക്കാനുള്ളതാണ്. അത്യാവശ്യം ഉണ്ട്, കാരണം ഈ അരച്ചത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് 2 കാര്യത്തിനുള്ളത്. പിന്നെ നമുക്ക് ഒരു ചെറിയ ഉള്ളി, കുറച്ച് നല്ല വലിപ്പമുള്ള തന്നെയാണ്, അപ്പോൾ അത് ചേർത്ത് അരയ്ക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി, മറ്റ് വെജിറ്റബിൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത. അത് അരച്ചെടുത്തു ഈ ഒരു പരുവത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുളി, അത് ഈ ഒരു പാത്രത്തിൽ അത് പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാം നമ്മൾ അരച്ചത്. പിന്നെ ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ആവശ്യത്തിന്. അത് ചേർത്ത് നല്ലപോലെ ഉണ്ട് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ലേശം ഉപ്പ് ചേർത്തു. ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്നുണ്ട്, അങ്ങനെ ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതാ നമ്മൾ നല്ല കുറുകിയിട്ട് തന്നെയാണ്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി അതിൽ ചേർക്കണം. അത്രേ ഇപ്പോൾ ഇത് പണിയുള്ളൂ. അപ്പോൾ നമ്മൾ അരച്ചേൽപ്പിച്ച കറി അതിവിടെ റെഡിയായി. ഇനി ചെറുപയർ. നമുക്ക് ചെറുപയറിൻ്റെ തലേ ദിവസം വെള്ളത്തിലിട്ടാണ് കുതിർത്താണ്. അപ്പോൾ ഇനി അതൊക്കെ നിന്നെടുത്ത് ഇനിയിപ്പോൾ അത് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ, ഇത് ഇനി തോരനുള്ളത്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് അത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ചെറുപയറിൻ്റെ തോരൻ. നമുക്ക് ഉപ്പൊക്കെ ഇട്ട് അത് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ചതച്ച് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയത്, പച്ചമുളക്, കറിവേപ്പില. ഇത് നമുക്ക് ചതച്ചെടുക്കാം. ചെറുപയർ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വിസിൽ നല്ലപോലെ വേവിച്ച് വെള്ളമൊക്കെ ഉണ്ട് ഊറ്റി നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകൊക്കെ ഒന്ന് താളിച്ച് ഇനി നമുക്ക് ഈ ചെറുപയർ നമ്മൾ ഊറ്റി വെച്ചത് അത് അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചതച്ചത്, വെള്ളമൊക്കെ വലിഞ്ഞതാണ്. അപ്പോൾ അത് ചേർത്തിളക്കുക. വളരെ എളുപ്പമാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പോൾ അരച്ചേൽപ്പിച്ച കറി ചെറുപയർ തോരൻ ഇവിടെ ആയി. ഇനി നമുക്ക് കോഴിമുട്ട പുഴുങ്ങി പിന്നെ 12 മണിയായ ഊണ് കഴിക്കല്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. പിന്നെ ഇപ്പം നമുക്കെന്ന് വെച്ചാൽ കോഴിമുട്ട അത് പിന്നെ പുഴുങ്ങി അതും കൂടിയാണ് ഉള്ളത്. നമ്മളെ കറി. ചെറുപയർ തോരൻ, പപ്പടം കാച്ചിയത്, പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത്, അങ്ങനെയാണ്.
ഇത് നല്ല ഒരു ഉഗ്രൻ വിഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ അധികം വലിയൊരു ഉള്ള വിഭവങ്ങളല്ല, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ. ഇത്രയും വിഭവങ്ങൾ നല്ലൊരു ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.